കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചതായ ചാപ്റ്ററിന്റെ ബാക്കി പോർഷനാണ് നമുക്ക് നോക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററാണ് തുടങ്ങിയത്. അതിൽ കണ്ടിന്യൂറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അതിന്റെ പ്രോബ്ലംസ് എല്ലാം നല്ലോണം പഠിച്ചിട്ടുണ്ട്, അതിന്റെ തിയറിയും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടത് അതിന്റെ ബാക്കി പ്രോബ്ലം തന്നെയാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റ്സിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുമ്പോൾ എന്തായിരിക്കണമെന്ന് പറഞ്ഞു. ആ പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവുകയും, അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ആവുകയും, പിന്നെ ഏതാണ് ആ പോയിന്റിന്റെ ഡയറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈ ലിമിറ്റിംഗ് വാല്യൂ ഈക്വൽ ആയിരിക്കുകയും വേണമെന്ന് നമ്മൾ പഠിച്ചു. അതാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ അത് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇനി നമുക്ക് വേണ്ടത് കണ്ടിന്യൂസ് ആയാൽ, ഒരു പോയിന്റില് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയാൽ എങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ ഒരു അൺനോൺ ഉണ്ടാവും, അതിന്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് വരാം. എന്താണ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്നാണോ അവർ പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിന് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താണ് ആണെങ്കിൽ എന്നത് ആണ്. പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എങ്കിൽ അവിടെ അൺനോണിന്റെ വാല്യൂ എന്തെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് വരാം. ക്വസ്റ്റ്യൻ ഫൈൻഡ് വാല്യൂ ഓഫ് k so that the function f of x equal to kx plus 1 if x is less than or equal to 5, 3x minus 5 if x is greater than 5 is continuous at x equal to 5. എന്താണ് is continuous at x equal to function x equal to 5 എന്ന് പറയുന്ന പോയിന്റില് എന്താണ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്ക് പറയാം എന്താണ് സൊല്യൂഷനിലോട്ട് വരുമ്പോൾ എന്താണ് the function f is continuous at x equal to 5 അല്ലെ? ഇതവിടെ തന്നിരിക്കുന്നത് the function f is continuous at x equal to 5. then എന്താണ് therefore ഏതാണ് ലിമിറ്റ് x tends to 5 minus f of x, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് x tends to 5 plus f of x, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ഏതാ f of 5. അപ്പൊ 5 എന്ന് പറയുന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവുകയും, അത് ഏതിന് ഈക്വൽ ആവുകയും ചെയ്യുന്നുണ്ട്? f of 5 ഈക്വൽ ആവുകയും ചെയ്യുന്നുണ്ട്. ഇത് മൂന്നും ഈക്വൽ ആകുമ്പോൾ കണ്ടിന്യൂസ് ആയി. അവര് കണ്ടിന്യൂസ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്കിത് മൂന്നും ഈക്വൽ ആണ് എന്നെടുക്കാം. ഓക്കെ, അപ്പൊ ഇത് നോക്കാം. ഇത് മൂന്നും നമ്മൾ കണ്ടെത്തുക, ഡിക്കേറ്റ് ചെയ്താൽ മതി അൺനോണിന്റെ വാല്യൂ. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് വരാം. ആദ്യം നമുക്ക് ഇക്വേഷൻ 1 നൽകാം. ഇരുന്നോട്ടെ, ഏതാണ് ആദ്യം നമുക്ക് എടുക്കാം? ലിമിറ്റ് x ടെൻഡ്സ് ടു 5 മൈനസ് f of x എടുക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എങ്ങനെ നോക്കാൻ അറിയാമല്ലോ. ഏതാണ് ലിമിറ്റ് x ടെൻഡ്സ് ടു 5 മൈനസ് മാറി എക്സിന്റെ വില 5നേക്കാൾ കുറവാകുമ്പോഴുള്ള f of x ഏതാണോ ആ f of x ൽ x ന് 5 കൊടുക്കണമെന്നാണ്. അപ്പൊ ലിമിറ്റ് x ടൈംസ് 5 f of x ഏതാ? f of x രണ്ടെണ്ണം ഉണ്ട്. അതിലേതാണ് 5നേക്കാൾ കുറവ്? x ലെസ് ദാൻ 5 ഏതാണ്? k x plus 1 that is equal to x ന് 5 കൊടുക്കുക, k into 5 plus 1 that is equal to 5k plus 1. Okay, then at the right hand limit x tends to 5 plus f of x equal to limit x tends to 5, x ന് 5 കൊടുക്കുക. എവിടെ? x ന്റെ വാല്യൂ 5നേക്കാൾ ഗ്രേറ്റർ ആകുമ്പോഴുള്ള ഫംഗ്ഷനിൽ ഏതാണ്? 3x minus 5 that is 3 into 5 minus 5, 15 minus 5 equal to എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ആയി, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആയി. അത് രണ്ട് ഈക്വൽ അല്ല എന്നറിയാം. ഇവിടെ ഈക്വൽ കെയുടെ വാല്യൂ വരുമ്പോൾ ഈക്വൽ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈക്വൽ അല്ല എന്ന് പറഞ്ഞ് നിർത്തി പോകരുത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തിയതാണ്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് f of 5 കൂടെ വേണം. അപ്പൊ ഏതാണ് f of 5? f of 5 എന്ന് പറയുമ്പോൾ x ഈക്വൽ ടു 5 ആണ്. ഈക്വൽ ടു ഇവിടെയാണ് കാണിക്കുന്നത്, അതിൽ കൊടുക്കുക. അപ്പൊ ഏതാണ്? k into 5 plus 1. അങ്ങനെ എന്ത് കിട്ടും? 5k plus 1 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? 5k plus 1. അപ്പോ അവര് പറഞ്ഞിരിക്കുന്നു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും f of 5 ഈക്വൽ ആണെന്ന് നമ്മൾ എടുത്തു. അത് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി അത് മൂന്നും കണ്ടെത്തി കഴിഞ്ഞു. ഇനി അത് മൂന്നും എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ 1 ലോട്ട്
കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇക്വേഷൻ 1 കൊടുക്കാം. ഇക്വേഷൻ 1 become എന്താണ്? ലിമിറ്റ് x ടെൻഡ്സ് ടു 5 മൈനസ് f of x എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? 5k plus 1 equal to limit x ടെൻഡ്സ് ടു 5 plus f of x അതേതാ കിട്ടിയിരിക്കുന്നത്? 10 equal to limit x ടെൻഡ്സ് ടു 5 ഏതാ കിട്ടിയിരിക്കുന്നത്? 5k plus 1. അങ്ങനെ ഇത് മൂന്ന് ഈക്വൽ ആയി. ഇത് രണ്ടും ഒരുപോലെ അല്ലേ? അപ്പോൾ രണ്ടെണ്ണം എടുത്താൽ മതി. അപ്പോൾ ഏതാ? 5k plus 1 equal to 10, 5k equal to 9, k equal to 9/5 എന്ന വാല്യൂ കിട്ടും. അപ്പൊ മനസ്സിലായല്ലോ? അങ്ങനെ നമുക്ക് എന്ത് കിട്ടിയത്? k യുടെ വാല്യൂ കിട്ടി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടെയാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ f of x equal to k cos x by pi minus 2x if x not equal to pi by 2, 3 if x equal to pi by 2 at x equal to pi by 2. അപ്പോൾ pi by 2 എന്ന പോയിന്റിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എങ്കിൽ k യുടെ വാല്യൂ എന്താണ് ചോദ്യം. അപ്പോൾ നമുക്ക് വരാം ദി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് at x equal to pi by 2. അപ്പോൾ എന്താണ്? കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലെഫ്റ്റ് റൈറ്റ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്ക്, ഇവിടെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോ പക്ഷെ നോട്ട് ഈക്വൽ തന്നിട്ടുണ്ട്. അപ്പോ ലെസ് ദാനും ഗ്രേറ്റർ ദാൻ ഈക്വൽ അല്ലാത്ത അവസ്ഥയാണ് പറയുന്നത്. നോട്ട് ഈക്വൽ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ അല്ല. ഈക്വൽ ആകുമ്പോൾ അത് കുറവും ആവാം കൂടുതലും ആകാം. അങ്ങനെ ഒരു എന്താണ്? അപ്പൊ ലെഫ്റ്റും റൈറ്റും അത് ഏതിൽ തന്നെയാണോ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡോട് വേണം മറ്റേ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഏതാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്? ഏതാണ്? ലിമിറ്റ് x ടെൻഡ്സ് ടു pi by 2 f of x equal to f of pi by 2. ഇത് നമുക്ക് എടുത്താൽ മതി. ലെഫ്റ്റ് റൈറ്റ് ഒരേ ഫംഗ്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് മാത്രം എടുത്താൽ മതി. അങ്ങനെ നമ്മൾ വരും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് കണ്ടെത്താം. ആദ്യം നമുക്ക് ലിമിറ്റ് x ടെൻഡ്സ് ടു pi by 2 f of x equal to ലിമിറ്റ് x ടെൻഡ്സ് ടു pi by 2 f of x ഏതാ? k cos x divided by pi minus 2x. k cos x divided by pi minus 2x. ഇനി നമുക്ക് നോക്കാം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് x ന് pi by 2 ആണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? x ന് pi by 2 എന്ന് കൊടുത്തു നോക്ക്. ഇവിടെ pi by 2 x ന് pi by 2 വരുമ്പോൾ ഇവിടുത്തെ 2 അവിടുത്തെ 2 കൂടെ ക്യാൻസൽ ആവും. pi minus pi ഡിനോമിനേറ്റർ 0 ആയി. ഇനി cos pi by 2 എന്താ? cos pi by 2 cos pi by 2 ന്റെ വാല്യൂ എന്ത് തന്നെയാണ്? 0 തന്നെ. അപ്പോൾ ഇത് 0/0 ഫോർമുല. നമ്മൾ കഴിഞ്ഞ വർഷം ലിമിറ്റ്സിൽ പഠിച്ച കാര്യമാണ്. എന്താണ് 0/0? ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0/0 വരരുത്. 0/0 വന്നാലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പഠിച്ചു അല്ലെ? സാൻഡ്വിച്ച് തിയറി നമ്മൾ പഠിച്ചു അവിടെ. അപ്പൊ അതിലോട്ട് നമ്മൾ അപ്പൊ ട്രിഗണോമെട്രി ആയതുകൊണ്ട് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ 0/0 ആണ്. ട്രിഗണോമെട്രി ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? കഴിഞ്ഞ വർഷം പഠിച്ചതാണ് വ്യക്തമായിട്ട്. ഏതാണ്? അപ്പോൾ x equal to x ന് ഏത് അപ്ലൈ ചെയ്യാം? c plus h എന്ന് പഠിച്ചു അല്ലെ? അപ്പൊ ഏതാണ്? pi by 2 c എന്ന് പറയുന്നത് pi by 2 അല്ലെ? pi by 2 plus h എന്നാണ് കഴിഞ്ഞ ദിവസം പഠിച്ചു. അതാണ് put x equal to c plus h. കഴിഞ്ഞ ദിവസം അപ്പൊ എന്താണ്? put x equal to pi by 2 plus h. ഇനി നോക്കണേ, നമ്മുടെ x നാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? pi by 2 plus h എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ x എന്ന് പറയുന്ന സംഭവം ആരാണ്? പിന്നെ അവിടെ x ഇല്ല. അപ്പൊ നമ്മുടെ ഈ ലിമിറ്റ് x നുള്ളത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ അതും മാറ്റണം. അപ്പൊ എന്താണ്? x hലോട്ട് മാറുമ്പോൾ നമ്മുടെ ലിമിറ്റും കൂടി മാറണം. അപ്പോൾ നമ്മുടെ ലിമിറ്റ് എന്തായിട്ട് മാറും? ഇപ്പോഴത്തെ ലിമിറ്റ് ഏതാണ്? x ടെൻഡ്സ് ടു pi by 2 ആണ്. x pi by 2 ആകുമ്പോൾ നിങ്ങൾ നോക്ക്, ഇത് pi by 2 ആകും. ഈ പ്ലസ് pi by 2 പുറത്ത് വരുമ്പോൾ pi by 2 മൈനസ് pi by 2 എന്തായിട്ട് മാറും? 0. അപ്പോൾ h എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. if x ടെൻഡ്സ് ടു pi by 2 then ഏതാ? h ടെൻഡ്സ് ടു 0. ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഏതാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. put x equal to c plus h ആണ്. അവിടെ ഏതാണ്? c എന്ന് പറഞ്ഞാൽ pi by 2 അതുകൊണ്ട് x equal to pi by 2 plus h. നമ്മുടെ വേരിയബിൾ അല്ല. പിന്നെ hലോട്ട് മാറും. x അവിടെ ഇല്ല. അപ്പൊ ലിമിറ്റ് നമ്മൾ മാറ്റുക hലോട്ട്. അപ്പൊ ഇപ്പോഴത്തെ ലിമിറ്റ് h ടെൻഡ്സ് pi by 2 ആണ്. pi by 2 അപ്ലൈ ചെയ്യുമ്പോൾ pi by 2 ആയി. ഇപ്പോഴത്തെ pi by 2 മൈനസ് pi by 2 h 0 ആയിട്ട് മാറും. പിന്നെ നമ്മുടെ ഇതിലോട്ട് വരുമ്പോൾ ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡ്സ് ടു pi by 2 എന്തായിട്ട് മാറി? h ടെൻഡ്സ് ടു 0, k കോൺസ്റ്റന്റ് അതുപോലെ എഴുതി. cos x എന്തായിട്ട് മാറി? pi by 2 plus h ആയിട്ട് മാറി. ഡിവൈഡഡ് ബൈ pi മൈനസ് ഏതാ?
2 into x. X ഏതാ 5/2 plus h. Okay. Okay. Equal to limit h tends to 0. K. എന്താണ് cos 5/2 plus h? മൈനസ് സൈൻ അല്ലേ? മൈനസ് സൈൻ h. cos 5/2 plus theta മൈനസ് സൈൻ theta. അപ്പോൾ cos 5/2 plus h ഏതാ? മൈനസ് സൈൻ h ഡിവൈഡഡ് ബൈ പൈ. അതുപോലെ എഴുതി ഈ -2 അകത്തോട്ട് പോയി. -2 into π/2 minus 2h. പൈ 2 ക്യാൻസൽ ആയി, പൈ ക്യാൻസൽ ആയി. പിന്നെ എന്താ ഉള്ളത്? ഇനിയുള്ളത് ലിമിറ്റ് h tends to 0 മൈനസ് k into sin h ഡിവൈഡഡ് ബൈ -2h എന്ന് കിട്ടി. ഇത് നമുക്ക് രണ്ടിലും മൈനസ് കൊണ്ട് ക്യാൻസൽ ആയി പോകും. k/2 കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. k/2 പുറത്തെടുത്താൽ ഇനിയുള്ളത് ഏതാ? ലിമിറ്റ് h tends to 0 sin h by h. അങ്ങനെ k/2 into എന്താണ് ഇത്? എന്താ കഴിഞ്ഞ ദിവസം പഠിച്ച് ഓർമ്മിക്കുന്നുണ്ടോ? ലിമിറ്റ് x tends to 0 sin h by h. എന്താ ആൻസർ? 1. ഏതാണ്? അപ്പോൾ ലിമിറ്റ് h tends to 0 sin h by h. ആൻസർ എന്താ? 1 ആണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടിയില്ലേ? k/2 കിട്ടി. അപ്പോൾ ആദ്യത്തെ കാര്യം ഓക്കെ. ഇനി നമുക്ക് എന്തുകൂടെ വേണം? f of π/2 കൂടെ വേണം. ഏതാ f of π/2? അങ്ങനെ f of π/2 എന്ന് പറഞ്ഞാൽ x equal to π/2. x equal to π/2 കാണിക്കുമ്പോൾ എന്താ വാല്യൂ ഏതാ? 3. അതവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് രണ്ട് കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇക്വേഷൻ 1 കൊടുത്താൽ മതിയല്ലോ. ഇക്വേഷൻ 1 ഏതാണ്? ലിമിറ്റ് x tends to π/2 f of x ഏതാ? k/2 ഈക്വൽ ടു എന്താ? 3. അങ്ങനെ k ഈക്വൽ ടു 2 into 3 എന്തായിട്ട് മാറി? 6 ആയിട്ട് മാറി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ കൂടെ. അപ്പൊ അത് നോക്കുക, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. സബ്സ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. x equal to c plus h എന്ന് പറഞ്ഞ ടെക്നോളജിയിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നല്ലോണം നോക്കി ചെയ്യുക. ഓക്കെ. നമ്മള് അപ്പോ ഒരു പോയിന്റിൽ, ഒരു പർട്ടിക്കുലർ പോയിന്റില് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ കണ്ടിന്യൂസ് അല്ലയോ, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആണെങ്കിൽ അൺനോന്റെ വാല്യൂ, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഓൾ പോയിന്റ്സ് ഓഫ് കണ്ടിന്യൂറ്റി ആണ്. അതായത് പ്രത്യേകിച്ച് ഒരു പോയിന്റ് അല്ലാതെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ റിയൽ നമ്പറിന്റെ എല്ലാ പോയിന്റിലും നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് നമുക്ക് കൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ വരാം. ചെക്ക് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ f of x equal to x minus 5. അതാണ് f of x equal to x minus 5. നേരത്തെ ക്വസ്റ്റ്യനിൽ at x equal to ഉണ്ടായിരുന്നു, പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടായിരുന്നു. ഇവിടെ അതില്ല. f of x equal to x minus 5. അപ്പോൾ നോക്കാം. ഇതില് എല്ലാ പോയിന്റിലും റിയൽ നമ്പറിൽ -∞ +∞ ഉള്ള എല്ലാ പോയിന്റും നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമുക്ക് ഒരു പോയിന്റ് മാത്രം, ഫംഗ്ഷൻ സ്പ്ലിറ്റ് ഒന്നും ആയിട്ടില്ല, ഒരൊറ്റ കേസിൽ തന്നെ അങ്ങ് തീരും. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മൾ എടുക്കുകയാണ് c be a റിയൽ നമ്പർ. ഓക്കെ. ഒരു റിയൽ നമ്പർ ഞാൻ എടുത്ത് c. അതാണ് നമുക്ക് എല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. c എന്ന് പറയുന്ന പോയിന്റ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ എല്ലാത്തിലും ഓക്കെ. ഓക്കെ. അപ്പൊ അടുത്ത് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഏതാ? ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആയിട്ടില്ല. ഒറ്റ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാലോ ഫോം ഏതാണ്? ലിമിറ്റ് x tends to c f of x ആണ് നമുക്ക് വേണ്ടത്. ഈക്വൽ ടു ലിമിറ്റ് x tends to c f of x ഏതാണ്? x minus 5. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതാ? x എന്ന് പറഞ്ഞാൽ c minus 5. ഇനി ഏതാ വേണ്ട? f of c. f of c എന്ന് പറയുമ്പോൾ എന്താ? c minus 5 തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് x tends to c f of x equal to ഏതാ? f of c. Therefore f is continuous. അല്ലേ? കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓൾ പോയിന്റ്സ് ഓഫ് റിയൽ നമ്പർ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഒരു പ്രത്യേക ഒരു പോയിന്റിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ ഇതായിരിക്കും മെത്തേഡ്. ഇപ്പൊ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ റിയൽ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ പോയിന്റ് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ റിയൽ നമ്പർ സി എന്ന് പറഞ്ഞ ഏത് പോയിന്റ് അപ്ലൈ ചെയ്താലും, റിയൽ നമ്പറിൽ ഏത് പോയിന്റ് അപ്ലൈ ചെയ്താലും ഫംഗ്ഷൻ ഏതാണ്? കണ്ടിന്യൂസ് ആണ്. ഫംഗ്ഷൻ ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ, സ്പ്ലിറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു പോയിന്റിൽ ട്രൈ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ, അതൊന്ന് മനസ്സിലാക്കി. നമുക്ക് എന്താണ് ഇതിപ്പോ സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ നോക്കാം. ചെക്ക് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ f of x equal to mod x. അറിയാലോ, മോഡുലസ് ഫംഗ്ഷൻ
മോഡ് എക്സ് ഇതിന്റെയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് ചെയ്യണം. മോഡുലസ് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യാറില്ലല്ലോ, അതിനൊരു ഡെഫിനിഷൻ ഉണ്ട് അറിയാലോ. ആ ഡെഫിനിഷൻ എന്താണ് മോഡുലസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ? എക്സ് 0 ആകുമ്പോൾ സാധാരണ രണ്ടായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ അത് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ്. എക്സ് 0 ആകുമ്പോൾ മോഡുലസ് എക്സ് എന്താ? എക്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താ? 0യുടെ അബ്സല്യൂട്ട് വാല്യൂ എന്താ? 0 തന്നെ. ഇതിനകത്ത് പറയുന്നത് എക്സ് ലെസ് ദാൻ 0യും എക്സ് ഗ്രേറ്റർ ദാൻ 0യും വരുമ്പോഴാണ്. എക്സ് 0യേക്കാൾ കുറവാണെങ്കിൽ എന്താ കിട്ടുന്നത്? അതിന്റെ നെഗറ്റീവ് ആണ് കിട്ടുന്നത് നമുക്ക് മൈനസ് എക്സ് എന്നും. എക്സ് 0യേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ അതുപോലെ തന്നെ കിട്ടുമെന്നും പറയുന്നത് എക്സ് അല്ലെ. ഇപ്പോൾ ശ്രദ്ധിക്കുക, മോഡുലസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഇതാണ്. ഏതാണ്? എക്സ് 0 ആകുമ്പോൾ 0, എന്നാൽ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ നെഗറ്റീവ് എക്സും എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ പോസിറ്റീവ് എക്സ് ആണ് ആൻസർ കിട്ടുന്നത്. ചിലർക്ക് സംശയം തോന്നാം, ഏതാണ് മോഡ് എക്സ് അല്ലേ? ഈ മോഡ് എക്സിന്റെ വാല്യൂ എപ്പോഴെങ്കിലും നെഗറ്റീവ് ആകുമോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ഇട്ടിരിക്കുന്നത്? അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂ, എക്സ് എന്ത് വാല്യൂ ആണ്? 0യേക്കാൾ ലെസർ ആണ്. 0യേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ ഒരു -5. അപ്പൊ എക്സ് തന്നെ ഇവിടെ എഴുതുകയാണെങ്കിൽ -5 എന്നല്ലേ വരുള്ളൂ. അപ്പോൾ മൈനസ് എക്സ് എന്ന് എഴുതിയാലോ? ഇവർ എക്സ് എന്ന് എഴുതിയാൽ എക്സിന് നമ്മൾ കൊടുക്കുന്നതിന് നെഗറ്റീവ് വാല്യൂ ആണ് -5. അപ്പൊ -6 എന്ന് എഴുതിയാലോ മൈനസ്, പിന്നെ എക്സിന്റെ വാല്യൂ -5. അപ്പൊ എന്ത് കിട്ടും? അത് +5 എന്ന് കിട്ടും. അതാണ് അവിടെ നെഗറ്റീവ് എഴുതിയിരിക്കുന്നത്. അല്ല വാല്യൂ നെഗറ്റീവ് എന്നല്ല, നമ്മൾ കൊടുക്കുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ അതിന്റെ നെഗറ്റീവ് ആയ പോസിറ്റീവ് വാല്യൂ വരും. ഇതാണ് മോഡുലസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ഇത് ഒരിക്കലും മറക്കരുത്. ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മോഡുലസ് ഫംഗ്ഷൻ. അപ്പൊ നോക്കുക, മോഡ് എക്സിന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ കൊടുത്തു. ചിലപ്പോൾ മോഡ് എക്സ് മാത്രമായിരിക്കും മോഡ് ഓഫ് x - 5, x + 5, x + 10 എന്നൊക്കെ വരാം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. മോഡുലസ് ഫംഗ്ഷൻ എഴുതി. ഇനി ഇതിന്റെ കണ്ടിന്യൂറ്റി, ഇപ്പൊ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആയിട്ടല്ല എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ചെയ്യുക, ഇവിടെ പ്രത്യേകിച്ച് ഒരു പോയിന്റിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ സി എന്നൊരു പോയിന്റ് എടുക്കുകയാണ്. പക്ഷെ സി എന്ന പോയിന്റ് എടുക്കുമ്പോൾ 3 കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ 3 കേസ് തന്നെ എടുക്കും. അപ്പൊ ആദ്യത്തെ സി എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് പോയിന്റിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് നോക്കുക. ആ പോയിന്റിൽ ഒരു കേസ്, പിന്നെ ആ പോയിന്റിൽ ലെസ് ദാൻ ഉള്ള ഒരു കേസ്, ഗ്രേറ്റർ ദാൻ ഉള്ള മറ്റൊരു കേസ്. ഇത് എളുപ്പമാണ്, ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ പഠിച്ചതുപോലെ തന്നെ ആദ്യം സി എന്ന് പറഞ്ഞ റിയൽ നമ്പർ എടുത്തു. അതിന് ഞാൻ കേസ് 1 എടുക്കുകയാണ്. ഏതാണ്? സി ഈക്വൽ ടു 0. ഏതാണ്? സി ഈക്വൽ ടു 0. ഒന്നാമത്തെ കേസ് ഏതൊക്കെയാണ്? സി ഈക്വൽ ടു 0 എന്നെടുക്കുകയാണ് ഒന്നാമത്തെ കേസ്. സി ഈക്വൽ ടു 0. ആ 0 എന്ന് എടുക്കുമ്പോൾ നോക്കണേ, 0ക്ക് ഇവിടെ റിലേഷൻ ഇല്ലേ? കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു 0ക്ക് ഇവിടെ റിലേഷൻ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ് 0 എന്ന് അതായത് സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ എടുക്കുമ്പോൾ, ആ ഈക്വൽ ടു കേസ് എടുക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് എല്ലാം ചെയ്യണം. കാരണം 0ക്ക് ലെസർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരുപാട് കുറവൊന്നുമല്ല, അത് കൂടുതൽ എന്ന് പറയുമ്പോൾ ഒരുപാട് വലുതൊന്നുമല്ല. അപ്പൊ എന്താണ്? തൊട്ടടുത്ത വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ലെഫ്റ്റ് റൈറ്റ് എടുത്ത് തന്നെ ചെയ്യണം. അപ്പോൾ കേസ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് സി ഈക്വൽ ടു 0 വരുമ്പോൾ എന്ത് ചെയ്യാണ്? അതവിടെ ലെഫ്റ്റ് റൈറ്റും ചെയ്യുന്നു. അപ്പൊ അതിന് വരാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെഫിനിഷന്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ലിമിറ്റ് എക്സ് 0 മൈനസ് എഫ് ഓഫ് എക്സ് വരുമ്പോൾ എന്താണ്? എക്സിന്റെ വാല്യൂ 0യേക്കാൾ ലെസർ കാണിക്കുമ്പോൾ ഫംഗ്ഷൻ -x ആണ്. -0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്ത് വരുമ്പോൾ ഏതാണ്ട് അതിന്റെ റൈറ്റ് ഹാൻഡ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സിന്റെ വാല്യൂ 0യേക്കാൾ ഗ്രേറ്റർ ആകുമ്പോഴുള്ള എഫ് ഓഫ് എക്സ്. ഗ്രേറ്റർ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഏതാ? എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതും കിട്ടിക്കഴിഞ്ഞു. ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് അടുത്തത് കൂടെ ചെയ്യാം. ഏതാണ്? എഫ് ഓഫ് 0. എഫ് ഓഫ് 0യും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അങ്ങനെ അത് 3ഉം ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് പറയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എഫ് ഓഫ് 0 എന്ന് പറയുന്നതും ഈക്വൽ ആയതുകൊണ്ട് therefore f is continuous at x equal to 0. അപ്പൊ ഒന്നാമത്തെ കേസിൽ c equal to 0, c equal to 0 റിയൽ നമ്പർ നമ്മളെടുത്ത c എന്ന് പറയുന്ന പോയിന്റ് 0 ആയപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി. ഒന്നാമത്തെ കേസ് ഓക്കെ, മാറ്റില്ല. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ കേസാണ്, കേസ് 2. കേസ് 2 ഇനി നമുക്ക് 0 എടുത്തു. റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ -∞ മുതൽ +∞ വരെ ഉണ്ട്. അത്
അതിൽ നമ്മളൊരു 0 എന്ന പോയിന്റ് മാത്രമേ ചെക്ക് ചെയ്തോളൂ. ഇനിയുണ്ട് സീറോകൾ ഗ്രേറ്റർ ഉണ്ട്, സീറോകൾ ലെസർ ഉണ്ട്. ആ രണ്ട് കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിനിടയ്ക്കുള്ള 0 എടുത്തു, ഇനി 1 2 3 ഇതെല്ലാം ചെലവഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പോയിന്റ് 0 എന്ന പോയിന്റില് നമുക്ക് സ്പ്ലിറ്റ് ആയതുകൊണ്ട് ആ പോയിന്റ് ചെയ്യും. അപ്പൊ ഇനി നമുക്ക് അതിനേക്കാൾ ഗ്രേറ്ററും അതിനേക്കാൾ ലെസർ രണ്ട് കേസായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഏതാണ് കേസ് 2, സി ലെസ് ദാൻ 0. രണ്ടാമത്തെ കേസ്. ഈ രണ്ടാമത്തെ കേസ് പറയുമ്പോൾ സി ലെസ് ദാൻ 0. ലെസ് ദാൻ 0 ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ മാത്രമല്ലേ ഉള്ളൂ. മറ്റു ഈ രണ്ട് ഫംഗ്ഷനോട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു പോയിന്റ് ചെയ്തപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വന്ന പോയിന്റ് തന്നെ ലെഫ്റ്റ് റൈറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇവിടെ നോക്കുന്നു. അപ്പൊ 0 സി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 എന്നപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് ഈക്വൽ ടു 0 എന്നാണ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഈ രണ്ട് കണ്ടീഷനിൽ ഇത് രണ്ടിലും ഈ കണ്ടീഷൻ വരുന്നില്ല. അപ്പൊ അവിടെ ഏത് മാത്രമല്ല. അപ്പൊ അവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം. ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ഏതാ? -x ആണ്. ഇനി നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഈ കണ്ടീഷൻ ഈ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് പിന്നെ ലെഫ്റ്റ് റൈറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഡയറക്റ്റ് ഒറ്റ ഫംഗ്ഷനിലേ ഉള്ളൂ. അതിലങ്ങ് ചെയ്താൽ മതി. ആദ്യം ലിമിറ്റ് x ടെൻഡ്സ് ടു c f of x ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡ്സ് ടു c f of x ഏതാ? -x. ഇനി നമ്മൾ x ന് c എടുത്തപ്പോൾ -c എന്ന്. ഓക്കെ. ഓക്കെ, മനസ്സിൽ ഇനി നമുക്ക് ഇവിടെ എഫ് ഓഫ് സി ആണ്. എഫ് ഓഫ് സി എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ മുകളിലോട്ടൊന്നും നോക്കണ്ട. രണ്ടാമത്തെ കേസിൽ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കാര്യത്തിൽ നോക്കണ്ട. ആ കേസിൽ എഫ് ഓഫ് എക്സ് മാത്രം നോക്കിയാൽ മതി അല്ലെ. എഫ് ഓഫ് എക്സ് കിട്ടി, അതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ -c കിട്ടി. ഇനി ഡയറക്റ്റ് സി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടും? -c. അതുകൊണ്ട് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സി ക്ക് ഈക്വൽ ആയി. Therefore, f is continuous. അല്ലെ? Continuous at all points less than 0. അപ്പൊ എന്താണ് ഈ ഇപ്പൊ രണ്ടാമത്തെ കേസിൽ നമുക്ക് കിട്ടി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. 0 ലെസർ ആയിട്ടുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ കേസ് 0 കണ്ടിന്യൂസ് ആയി. രണ്ടാമത്തെ കേസ് 0 ലെസ് ദാൻ എന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി. ഇനി ഒരു കേസിലുള്ള 0 ഗ്രേറ്റർ ദാൻ. അപ്പൊ നമുക്ക് അവിടെ വരുന്നത് കേസ് 3 സി ഗ്രേറ്റർ ദാൻ 0. ഇവിടെ ഗ്രേറ്റർ ദാൻ 0 വരുമ്പോഴും ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഗ്രേറ്റർ ദാൻ 0ക്ക് ഇവിടെ ആയിട്ട് റിലേഷൻ ഇല്ല, ഇവിടെ ആയിട്ട് റിലേഷൻ ഇല്ല. അപ്പൊ ഫംഗ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ? എഫ് ഓഫ് എക്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അവിടെ ഏതാ? എക്സ്. അങ്ങനെ ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് കിട്ടിയാൽ ഇനി മറ്റതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ഫംഗ്ഷൻ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് അവിടെ ഇല്ല, ഡയറക്റ്റ് മാത്രം ചെയ്താൽ മതി. ഏതാ? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് equal to limit x tends to c f of x ഏതാ? x. That is equal to c. ഇനി അടുത്ത് വേണ്ടത് f of c. f of c എന്ന് പറയുമ്പോൾ ഏതാണ്? c തന്നെയാണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് x tends to c f of x ഏതിന് ഈക്വൽ ആയിട്ട് കിട്ടി? f of c ക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore f is continuous ഏതാണ്? at all points greater than 0. 0ക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ തന്നെയാണ്, കണ്ടിന്യൂസ് തന്നെയാണ്. അപ്പൊ എന്ത് കിട്ടി? ഒന്നാമത്തെ കേസ് 0 പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. രണ്ടാമത്തെ കേസ് ലെസർ ആയിട്ടുള്ള എല്ലാ 0 ലെസർ ആയിട്ടുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. മൂന്നാമത്തെ പോയിന്റിൽ കേസിൽ ഏതാണ്? ഗ്രേറ്റർ ആയിട്ടുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. എന്ന് പറയുമ്പോൾ 3 കേസ് കണ്ടിന്യൂസ് ആണ്. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് റിയൽ നമ്പർ. നമുക്ക് എന്ത് പറയാം? ദി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് റിയൽ നമ്പർ. റിയൽ നമ്പറിലെ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റ് വരുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് അപ്ലൈ ചെയ്തേ പറ്റും. മറ്റു രണ്ട് കേസ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഫംഗ്ഷൻ മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മതി, അവിടുത്തെ മാത്രം ചെയ്താൽ മതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് 2-3 പ്രോബ്ലം നമുക്ക് ചെയ്യാം. നിങ്ങൾ നല്ലവണ്ണം ഒന്ന് എഴുതിയെടുക്കുക, എഴുതിയെടുത്ത് ചെയ്ത് ശ്രമിക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Check the continuity of the function f of x equal to mod x plus 3 if x less than -3, minus 2x if -3 less than x less than 3, 6x plus 2 if x greater than or equal to 3. Okay. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ ഫംഗ്ഷൻ നേരത്തെ നമുക്ക് 0 എന്ന ഒരു പോയിന്റിലാണ് സ്പ്ലിറ്റ് ചെയ്തത്, നമ്മളെ മോഡ് ഫംഗ്ഷൻ ചെയ്തത്.
ഇവിടെയാണെങ്കിൽ -3 സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, +3 സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരു പോയിന്റ് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ 3 കേസ് ചെയ്തെങ്കിൽ ഇവിടെ നമുക്ക് 5 കേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒന്ന് 3യേക്കാൾ ലെസർ ആയിട്ടുള്ള ഒരു പോയിന്റ്, 3 എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇപ്പൊ 2 കേസായി. അടുത്ത് 3യേക്കാൾ ഗ്രേറ്റർ ആണ്, -3യേക്കാൾ ഗ്രേറ്റർ ആണ്. -3യേക്കാൾ ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ അതങ്ങ് ഇൻഫിനിറ്റി വരെ പോകുന്നില്ല, 3 വരെ. അപ്പൊ അതൊരു കേസ്. -3 ഗ്രേറ്റർ ദാൻ x ഗ്രേറ്റർ ദാൻ -3 എന്നാൽ ലെസ് ദാൻ 3. അടുത്ത് x ഈക്വൽ ടു 3, പിന്നെ അടുത്ത് വരുന്നത് ഗ്രേറ്റർ ദാൻ 3. അങ്ങനെ 5 കേസാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിനു മുമ്പ് നിങ്ങൾ കണ്ടോ, ഒരു മോഡുലസ് ഫംഗ്ഷൻ കിടക്കുന്നുണ്ടോ? ഈ മോഡുലസ് ഫംഗ്ഷൻ മാറ്റണ്ടേ? മാറ്റണം. അതുകൊണ്ട് മാറ്റി ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എഴുതാം. f of x ഈക്വൽ ടു മോഡ് x കിടപ്പുണ്ട്. ആ കണ്ടീഷൻ ഏതാണ്? നെഗറ്റീവ് സൈഡിലെ 0 ലെസർ അല്ലേ? അപ്പൊ അത് -x എന്നല്ലേ വരേണ്ടത്. അപ്പൊ നമുക്ക് എഴുതാം -x plus 3 if x is less than -3, -2x if -3 less than or equal to x less than 3, 6x plus 2 if x greater than or equal to 3. ഇങ്ങനെ ആണ് ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോ റിയൽ നമ്പർ മൊത്തത്തിലാണ്, ഓൾ പോയിന്റ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്താണ്, ലെറ്റ് സി ബി എ റിയൽ നമ്പർ എടുത്തു. റിയൽ നമ്പർ ഒന്നാമത്തെ കേസ്, കേസ് 1 c ഈക്വൽ ടു ആദ്യത്തെ -3. ഒരു സൈഡിൽ നിന്ന് പോവാം. c ലെസ് ദാൻ -3 ഒരു സൈഡിൽ നമ്മൾ ചെയ്ത് പോകാം. ആദ്യം c ലെസ് ദാൻ -3. c ലെസ് ദാൻ -3 എന്ന് പറയുമ്പോൾ നോക്കണേ, c ലെസ് ദാൻ -3 അവിടെ മാത്രമേ നിൽക്കുന്നുള്ളൂ, ഇതുമായിട്ടൊന്നുമില്ല. അപ്പൊ ഒറ്റ കേസേ ഉള്ളൂ. ഏതാണ്? ലെസ് ദാൻ -3 വരുമ്പോൾ ഫംഗ്ഷൻ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. f of x ഈക്വൽ ടു ഏതാ? -x plus 3. അപ്പൊ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ആണ്. ലിമിറ്റ് x ടെൻസ് ടു ഏതാണ്? c f of x ആണ് വേണ്ടത്. ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു c f of x ഏതാ? -x plus 3 ഈക്വൽ ടു -c plus 3. അത് ആയി. ഇനി അടുത്ത് വേണ്ട അവിടെ f of c. f of c എന്ന് പറയുമ്പോൾ ഏതാണ്? -c plus 3. അങ്ങനെ ഇത് രണ്ട് ഈക്വൽ അല്ലേ? രണ്ട് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. f is ഏതാണ്? f is continuous. എന്താണ്? at all points less than -3. അപ്പോൾ ഒന്നാമത്തെ കേസ് ഓക്കെ. -3 ലെസർ ആയിട്ടുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എന്തായി? കണ്ടിന്യൂസ്. ഇനി അടുത്ത കേസ് 2. കേസ് 2 ഏതാണ്? c ഈക്വൽ ടു -3 ആണല്ലേ? അടുത്ത വരുമ്പോൾ c ഈക്വൽ ടു -3, കാരണം അവിടെ -3 ഈക്വൽ ടു -3 എന്ന് പറയുമ്പോൾ അതാ കിടപ്പുണ്ട് -3 ഈക്വൽ ടു x എന്നാണ്. അപ്പോ -3 ഈക്വൽ ആണെങ്കിലും -3 ലെസർ ആണെങ്കിലും -3 ലെസർ എന്നും ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോ അത് ഏതാണ്? ഈക്വൽ ആയിട്ട് ബന്ധമുള്ളതുകൊണ്ട് നമ്മൾ അവിടെ ലെഫ്റ്റ് റൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ കേസ് 3 വരുമ്പോൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് x ടെൻസ് ടു c minus f of x equal to limit x tends to c എന്ന് പറഞ്ഞാൽ -3 ആണ്. -3 minus f of x പുറമെന്ന് കാണിക്കുന്ന മൈനസ് ഈക്വൽ ടു ലിമിറ്റ് x tends to -3. x ന്റെ വാല്യൂ -3യേക്കാൾ ലെസർ ആകുമ്പോഴുള്ള ഫംഗ്ഷൻ ഏതാണ്? ഇവിടെ ഏതാണ്? -x plus 3. അവിടെ നമുക്ക് -3 കൊടുക്കാം. അപ്പോൾ -x എന്ന് പറയുമ്പോൾ ഏതാ? -3 plus 3. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. എന്ത് കിട്ടി? ആൻസർ 6 കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓക്കെ. ഇനി അടുത്ത ഏതാ വേണ്ടേ? റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഏതാ? ലിമിറ്റ് x tends to -3 plus f of x equal to limit x tends to -3
എക്സിന്റെ വാല്യൂ -3യേക്കാൾ ഗ്രേറ്റർ ആവുമ്പോൾ ഇതല്ലേ എക്സിന്റെ വാല്യൂ -3യേക്കാൾ ഗ്രേറ്റർ ആവുമ്പോൾ ഏതാ -2x ദാറ്റ് ഈസ് ഈക്വൽ ടു -2 into -3 അത് തന്നെയാണ് +6 ഇത് രണ്ടും ഈക്വൽ ആയി. അടുത്ത ഏതുകൂടെ ചെയ്യണം? അടുത്ത f of -3 ഇവിടെ വേണം. f of -3 കാണിക്കുന്നത് എവിടെയാണ്? x equal to -3 ഏതാണ്? ഇതാകൊണ്ട് ഏതാണ് -2 into -3 that is equal to എന്താ 6. അപ്പോ ആ കേസിൽ ലിമിറ്റ് x tends to c minus f of x എന്ന് പറഞ്ഞാലും ഏതാണ് ലിമിറ്റ് x tends to c plus f of x എന്ന് പറയുന്നതും f of c ക്ക് ഈക്വൽ ആണ്. Therefore f is continuous at x equal to -3. അപ്പോ -3 എന്ന പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി. ഒന്നാമത്തെ കേസ് കണ്ടിന്യൂസ് ആയി, രണ്ടാമത്തെ കേസും കണ്ടിന്യൂസ് ആയി. ഇനി മൂന്നാമത്തെ കേസ് വരുന്നത് കേസ് 3. മൂന്നാമത്തെ കേസ് അപ്പോ 3യുടെ ഈക്വൽ ചെയ്ത് 3യുടെ ലെസ് ദാൻ ചെയ്തു -3യുടെ. ഇനി -3യുടെ ഗ്രേറ്റർ ആണ്. പക്ഷെ -3യുടെ ഗ്രേറ്റർ ആയി എക്സിനെ -3യേക്കാൾ കൂടി ഏതുവരെ വരുള്ളൂ? 3 വരെ വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്രയും ഒരു കേസ് എടുക്കാം. ഏതാണ്? -3 ലെസ് ദാൻ ഓർ ഈക്വൽ ലെസ് ദാൻ x ലെസ് ദാൻ 3 അതൊരു കേസാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ കണ്ടീഷനിൽ ഈ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ f of x ഏതാണ്? -2x മാത്രം. ഇനി ആ -2x മാത്രം മതി. അത് വെച്ചിട്ട് ലെഫ്റ്റ് റൈറ്റ് ചെയ്യേണ്ട ഡയറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഏതാണ് ലിമിറ്റ് x tends to c f of x equal to ഏതാ ലിമിറ്റ് x tends to c -2x. അങ്ങനെ എന്ത് കിട്ടി? -2c. ഇനി അടുത്തോടെ f of c ഇവിടെ വേണ്ടേ? അപ്പൊ അതെന്താ? അതും -2c. അപ്പൊ അതും രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ? അതുകൊണ്ട് നോക്കണം therefore f is continuous at all points in ഏതാണ് -3 less than x less than 3. -3ക്കും x +3ക്കും ഇടയിലുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ കേസ് കണ്ടിന്യൂസ് ആയി. നാലാമത്തെ കേസ് 3 c ഈക്വൽ ടു 3 ആണ് വരേണ്ടത്. അതായത് -3യേക്കാൾ ലെസർ ചെയ്തു, -3 ചെയ്തു, -3യേക്കാൾ ഗ്രേറ്ററും ലെസ് ദാൻ 3യും ചെയ്തു. ഇനി നമുക്കുള്ളത് c ഈക്വൽ ടു 3 ആണ്. ഈക്വൽ ടു 3 വരുമ്പോൾ നോക്കണേ 3ക്ക് ഇവിടെ റിലേഷൻ ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് രണ്ട് ഫംഗ്ഷൻ വരുന്നുണ്ട്, ലെഫ്റ്റ് റൈറ്റ് ചെയ്യണം. അപ്പൊ ഏതാണ് അവിടെ ആദ്യം ലിമിറ്റ് x tends to c minus f of x. അത് പറയുമ്പോൾ ഇവിടെ ഏതാണ് ലിമിറ്റ് x tends to 3 minus f of x. ലിമിറ്റ് x tends to 3 മൈനസ് വരുമ്പോൾ അതായത് 3യേക്കാൾ ലെസ്സർ ആകുമ്പോൾ ഫംഗ്ഷൻ ഏതാ -2x. അങ്ങനെ -2 into 3 -6 എന്ന് കിട്ടി. അടുത്ത റൈറ്റ് ഹാൻഡ് വരുമ്പോൾ ലിമിറ്റ് x tends to c plus f of x equal to limit x tends to 3 plus f of x equal to limit x tends to 3. അവിടെ പ്ലസ് മാറും. f of x എക്സിന്റെ വാല്യൂ 3യേക്കാൾ ഗ്രേറ്റർ ആകുമ്പോൾ ഏതാണ് 6x plus 2 that is equal to 6 into 3 plus 2 എത്രയാണ് 18 plus 2 ഏതാണ് 20 അല്ലെ? ഇവിടെ നമുക്ക് ഇപ്പൊ തന്നെ ലെഫ്റ്റ് റൈറ്റും ഡിഫറന്റ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ പിന്നെ f of 3 ചെയ്യേണ്ട കാര്യമുണ്ടോ? വേണ്ട. അപ്പോൾ അവിടെ തന്നെ നമുക്ക് പറയാം ഫംഗ്ഷൻ എന്താണ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏതാണ് ലിമിറ്റ് x tends to 3 minus f of x not equal to limit x tends to 3 plus f of x. Therefore f is discontinuous at x equal to 3. അപ്പൊ x 3 എന്ന് പറയുന്നത് c3 എന്ന് പറയുന്ന പോയിന്റില് എന്താണ് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇനി ഒരു കേസിലുണ്ട് 3യേക്കാൾ ഗ്രേറ്റർ ആകുമ്പോൾ. ഇനി അതിലൂടെ വന്നാൽ മതി. കേസ് 5 ഏതാ c ഗ്രേറ്റർ ദാൻ 3. അവിടെ ഗ്രേറ്റർ ദാൻ 3 വരുമ്പോൾ f of x നോക്കുക, ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതവിടെ എഴുതാൻ ഏതാണ് f of x equal to 6x plus 2. ഇനി ആ ഒരു ഫംഗ്ഷൻ മാത്രം വെച്ച് ഞാൻ ഡയറക്റ്റ് ചെയ്യാം. ലെഫ്റ്റ് റൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ലിമിറ്റ് x tends to c f of x equal to limit x tends to c
see 6x plus 2 that is equal to 6c plus 2. f of c വരുമ്പോൾ ഏതാണ് 6c plus 2. അങ്ങനെ അവിടെ എന്ത് കിട്ടി? therefore f is continuous. all points less than greater than. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ കോമൺ ആണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പോ ഒന്ന് ചെക്ക് കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ, ഫോളോയിങ് ഫംഗ്ഷൻസ് ഇതിന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ്. ആൾ പോയിന്റ്സ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. സി എന്ന പോയിന്റ് എടുത്തിട്ട് നമ്മൾ പഠിച്ചത് ചെയ്യാം. ഇവിടെ ഫൈൻഡ് ദി ആൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരുന്നത്. നമ്മൾ ചെയ്തതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂസ് ഏതാണെന്ന് നോക്കി അതിന് ആൻസർ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് പോലും ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല. എങ്കിൽ നിങ്ങൾ കൺക്ലൂഷൻ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? hence the function is continuous at all points of real number എന്ന് എഴുതുക. ഇനി ഒരു പോയിന്റിലാണെങ്കിൽ at only point ഏതാണെന്ന് എഴുതുക. ഓക്കെ. ഇനി അടുത്ത find the value of k so that the function f is continuous at the indicated point in 1 and 2. points in question 1 and 2. ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ കോൺസ്റ്റന്റ് വാല്യൂ കാണാനാണ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അത് കൂടെ തന്നിരിക്കുന്നതായ പോയിന്റിലാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ അത് ചെയ്യുക, ചെയ്ത് നല്ലോണം പഠിക്കുക. ഇനി നമുക്ക് ട്രിഗണോമെട്രിയുടെ കണ്ടിന്യൂറ്റി ഉണ്ട്, അത് പിന്നെ കണ്ടിന്യൂറ്റി ആൾജിബ്ര ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിന് പഠിക്കാം. നല്ലവണ്ണം പഠിക്കുക. ഓക്കെ.